നമ്മളിന്ന് ചെറിയ പൈസയ്ക്ക് വാങ്ങിയ 2 ആംഗിൾ ഗ്രൈൻഡറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ പൈസയ്ക്ക് വാങ്ങിയ സാധനമാണ്. അപ്പം ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടും, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയ നിസ്സാര പൈസയ്ക്ക് വാങ്ങിയ സംഭവമാണ്. അപ്പം നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇതിനകത്തുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് ഇത് ആർക്കൊക്കെ പറ്റും, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് പറ്റും എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം. അപ്പം നമ്മൾ 2 എണ്ണം ഒന്നിച്ച് വാങ്ങിയതാണ്. പിന്നെ 2 എണ്ണം ഒരേ കമ്പനിയുടെ ഹൈമാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 2 എണ്ണം 4 ഇഞ്ചിൻ്റെ വീലിടാൻ പറ്റുന്ന രീതിയിലുള്ളത് 2 എണ്ണമാണ് നമ്മൾ ഒന്നിച്ച് വാങ്ങിയിട്ടുള്ളത്. അപ്പം പിന്നെ സാധാരണ പോലെ തന്നെ വീല് അല്ല ഒരു പെട്ടി, അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൈൻഡർ, പച്ച കളർ ഗ്രൈൻഡറാണ് ഹൈമാക്സ് എന്ന കമ്പനിയുടെ. പിന്നെ സൈഡ് സ്വിച്ചാണ് വരുന്നത്. പിന്നെ 750 വാട്ട്സാണ്. 11,000 RPM ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം, ഇത് ഓണാക്കിയിട്ട് നമുക്ക് നോക്കാം. അത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. പിന്നെ സംഭവം എങ്ങനെ വർക്കാകുന്നുള്ളത് നോക്കണ്ടേ. അപ്പം സംഭവം ഓണാക്കിയിട്ടുണ്ട്. സംഭവം സ്മൂത്തായിട്ടുള്ള നല്ല പിന്നെ ഗ്രൈൻഡറിൻ്റെ നല്ല സ്മൂത്തായിട്ടാണ് ഗ്രൈൻഡർ വർക്ക് ചെയ്യുന്നത്. കാരണം ചില പിന്നെ വില കുറഞ്ഞ ഗ്രൈൻഡറൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഒരു സൗണ്ടൊക്കെ ഒരു വല്ലാത്ത സൗണ്ടായിരിക്കും അല്ലേ. നല്ല നോർമലി സൗണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ കീ ഉണ്ട്, ഗ്രൈൻഡറിൻ്റെ കീ. നമ്മളെ പോലുള്ളവർ കീയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് പിന്നെ ഇതാണ് സേഫ്റ്റി ഗാർഡ്. ഈ സാധനം എല്ലാവരും പറിച്ച് ദൂരെ എറിയലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. ഇത് കിട്ടിയ പാട് ഈ സാധനം എടുത്ത് ദൂരെ ആക്രിക്കടയിൽ കൊടുക്കും. അതാണ് എല്ലാവരും ചെയ്തത്. പക്ഷേ ഈ സാധനമൊക്കെ ഉപയോഗിക്കണം. ഇതൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം ആദ്യമായിട്ടൊക്കെ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നവർ ഇത് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. വീടുകളിലേക്കൊക്കെ ആവശ്യത്തിനൊക്കെ ഗ്രൈൻഡർ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം വെച്ച് തന്നെ ചെയ്യണം. കാരണം പിന്നെ സ്ഥിരം ഉപയോഗിക്കുന്നവരങ്ങനെ പലതും കാണിക്കും. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അനുകരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് അതുപോലെ തന്നെ അതിൻ്റെ ഹാൻഡിൽ, കൈപിടിയും ഇതും രണ്ടും പിന്നെ വെൽഡർമാർ പൊതുവെ ഒരു പണിക്കാരും ഇത് ഉപയോഗിക്കുന്നത് കാണലില്ല. നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. നമുക്ക് കാര്യം പറയുന്നത് എന്താ. അപ്പോൾ ഇത് പിന്നെ വീടുകളിലേക്കൊക്കെ ആവശ്യവും ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഒക്കെ ഇത് മസ്റ്റായിട്ടും ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ച് തന്നെ ശീലിക്കണം. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാർബൺ ഉണ്ട്. അതിപ്പം പിന്നെ മിക്ക മെഷീൻ്റെ കൂടി ഒരു കാർബൺ കിട്ടുന്നുണ്ട്. കാർബൺ എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. പിന്നെ അത് മെഷീൻ്റെ കൂടെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവമാണ് ഒരു നട്ട് ബോൾട്ട്. അത് പിന്നെ അതിൻ്റെ സേഫ്റ്റി ഗാർഡ് മുറുക്കാനുള്ള സംഭവമാണ്. അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഒരു പേനയും കൂടി ഉണ്ട്. അവരുടെ പരസ്യത്തിന് ഒരു പേനയും കൂടി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈമാക്സ് കാണാനൊക്കെ നല്ല സ്റ്റൈലുണ്ട്. എഴുതാനൊന്നും വലിയ കുമ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. ഇത്രയും സാധനങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. കട്ടിംഗ് വീലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നിട്ടില്ല. ചില ഗ്രൈൻഡറൊക്കെ വാങ്ങുമ്പോൾ കട്ടിംഗ് വീലൊക്കെ ഫ്രീ തരുന്ന കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. രണ്ടാമത്തെ പെട്ടിയും കൂടി പൊട്ടിക്കുക. രണ്ടാമത്തെ പെട്ടിയും പൊട്ടിച്ചിട്ട് ഇത് തന്നെ 2 ഗ്രൈൻഡർ ഇതേ കളർ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സംഭവം സെയിം. 2 ഗ്രൈൻഡർ ഒന്നിച്ച് വാങ്ങിയതാണ്. ഇത് വാങ്ങിയത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വാങ്ങിയതല്ല. ഇത് കുറഞ്ഞ പൈസയ്ക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ വില വരുന്നത് 1400 രൂപയാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് ഓൺലൈനിൽ കാണിക്കുന്ന വില ഫ്ലിപ്കാർട്ടിലൊക്കെ 1600 രൂപ കാണിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നില്ല, ആമസോണിലേ കാണുന്നുള്ളൂ. ആമസോണിൽ 1600 കാണിക്കുന്നത്. നമുക്ക് ഷോപ്പിൽ നിന്ന് 1400 കിട്ടിയതാണ്. അപ്പം ഇത് ഹെവി വർക്കിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇത്രയും വാറണ്ടി ഒന്നുമില്ല ഇതിന്. പിന്നെ 750 വാട്ട്സ് ഉണ്ട്. വാറണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി വർക്കിന് കുറച്ചും കൂടിയൊക്കെ റേറ്റ് കൂടിയതാണ് ഞാൻ പൊതുവെ വാങ്ങൽ. ഇത് വേറൊരു ടീമിന് വേണ്ടി വാങ്ങിയതാണ് 2 എണ്ണം. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ വേറെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ 2 എണ്ണം വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഹെവി വർക്കിന് പറ്റുമോ എന്നുള്ളത് അവർ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയട്ടെ. അപ്പം നല്ല സാധനമാണോ എന്നുള്ളത് അറിയില്ല. പിന്നെ മോശമാണെന്ന് പറയുന്നതല്ല കേട്ടോ. അപ്പം നല്ല സാധനമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇതിൻ്റെ റിവ്യൂ വേറെ ഒന്നും കൂടി ചെയ്യുന്നതായിരിക്കും. മോശമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല. അപ്പം പിന്നെ നല്ല തന്നെ ആയിരിക്കും. കാരണം വർക്കിങ്ങൊക്കെ കണ്ടിട്ട് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര കാലം കിട്ടുന്നുള്ള വാറണ്ടി ഇല്ല എന്നുള്ളൊരു പ്രശ്നം. പിന്നെ റേറ്റ് കുറവാണ് മെയിനായിട്ട് ആകർഷിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ വർക്കൊക്കെ എടുക്കുന്നവർക്കും വീടുകളിൽ ചെറിയ എന്തെങ്കിലും പൈപ്പൊക്കെ PVC പൈപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതിനും വല്ലപ്പോഴും ഉപയോഗിക്കാനൊക്കെ നല്ലൊരു മോഡൽ സാധനമാണ്. ചെറിയ പൈസയേ ഉള്ളൂ, 1400 രൂപ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് പിന്നെ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റ് അത്രയേ വരുന്നുള്ളൂ, 1400. പിന്നെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, സേഫ്റ്റി ഗാർഡ് കേട്ടോ. സേഫ്റ്റി ഗാർഡിൻ്റെ കാര്യം മറക്കണ്ട.
പിന്നെ സേഫ്റ്റി ഗാർഡ് ഉപയോഗിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതെ ഉപയോഗിക്കാത്തവരായിരിക്കും കൂടുതലും. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ വില ഒന്നുകൂടി പറയാം, 1400 രൂപ. പിന്നെ ആമസോണിലായി 1600 രൂപ കാണിക്കുന്നുണ്ട്. ഷോപ്പിൽ നമുക്ക് പിന്നെ ആ പൈസക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങുന്നവരും സൈറ്റിൽ നിന്ന് വാങ്ങുന്നവരും പല സാധനത്തിനും ഇതുപോലെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് പുറകെ പോകാതെ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിൽ നിന്നൊക്കെ അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വെൽഡിങ് സംബന്ധമായ റൂഫിങ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ വീഡിയോ ആണ്. പിന്നെ ചില സമയങ്ങളിൽ ഇതുപോലുള്ള പുതിയ മെഷീൻ്റെ ഒക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂഫിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണേണ്ടവർ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ മെഷീൻ്റെ പിന്നെ നല്ലതാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ പുതിയ റിവ്യൂ കൂടി വരുന്നുണ്ട്. അതും കൂടി ഒന്ന് കാണണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്